യേശു പകർന്നു നൽകിയ സംസ്കാരമാണ് പാലാ മറിയ സദനവും അതിനെ നയിക്കുന്ന സന്തോഷം കുടുംബവും പിന്തുടരുന്നതെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ മറിയ സദനത്തെക്കുറിച്ച് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച സന്തോഷയിടം ദൈവത്തിന്റെ മുഖമുള്ള മനുഷ്യർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പാലാ ബിഷപ്പ് ഹൗസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മരീസനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആർക്കും അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ ഇത്രയും ആളുകളെ അത് എടുത്ത് സംരക്ഷിച്ച് വളർത്തി ഒരു 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 കനിവുള്ള അമ്മയെപ്പോലെ സെതുല മാർത്തർ എന്ന് പരിശുദ്ധ എപ്പോഴും പറയും. കനിവുള്ള ഒരു അമ്മയെപ്പോലെയാണ് സന്തോഷം ഭാര്യയും അവിടെ സെർവ് ചെയ്യുന്ന മറ്റാളുകളുമൊക്കെ അതിനെ കാണുന്നതും പരിഗണനയിലെടുക്കുന്നത്. അതാണ് സുവിശേഷം, അതാണ് സഭയുടെ സന്ദേശം, അതാണ് ഒരു നൂതനമായ ഒരു സംസ്കാരം വളർത്താൻ ഉള്ള ഒരു ഇടവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സന്തോഷം ഒരു സംസ്കാരം ഇവിടെ വളർത്തിയെടുത്തു. അതായത് ഇതുപോലുള്ള സാധുക്കളായിട്ടുള്ള രോഗികളായിട്ടുള്ള മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന ഒരു സംസ്കാരം ഗോസ്പലിൻ്റെ സംസ്കാരമാണ്, ഈശോ നൽകിയ സംസ്കാരമാണ്, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു നല്ല ഒരു കൾച്ചർ, നല്ലൊരു സിവിലൈസേഷൻ വരും കാലങ്ങളിൽ പാലായെക്കുറിച്ച് എഴുതുന്നവർ അത് സഭയുടെ ഭാഗത്തു നിന്നാണെങ്കിലും രാഷ്ട്രീയ ഭാഗത്തു നിന്നാണെങ്കിലും സാമൂഹ്യക്ഷേമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മരീസതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാനൊക്കെയില്ല. അത്രമാത്രം അത് വേര് പിടിച്ചു. സാധിക്കുമ്പോഴൊക്കെ ഞാനും അവിടെ പോവുകയും അവിടുത്തെ അന്തേവാസികളുടെ കൂട്ടത്തിലിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നമുക്കൊരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കേരള കൗമുദി വളരെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന ഈ കാര്യത്തെ ഞാൻ അനുമോദിക്കുന്നു. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരുന്നു. ശ്രീലങ്കയിലെ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി റോംഷി തോംസൺ പുസ്തകം ഏറ്റുവാങ്ങി. മറിയ സദനത്തിന്റെ അത്ഭുതകരമായ സാമൂഹ്യ സേവന പദ്ധതികൾ കൂടുതൽ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ കേരള കൗമുദി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലൂടെ കഴിയുമെന്ന് റോഷ്നി തോംസൺ ചൂണ്ടിക്കാട്ടി. മറിയ സദനത്തെ പറ്റി ഞാൻ കേട്ട ഏറ്റവും വേറിട്ടവും വ്യത്യസ്തവുമായ ഒരു കാര്യം എന്തെന്ന് പറയാം, അന്തേവാസികളായി വരുന്ന ആൾക്കാർ അവരുടെ റീഹാബിലിറ്റേഷനും പുനരധിവാസത്തിനും ശേഷം അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലേക്കും അതിനെ ഉയർച്ചയിലേക്ക് നയിക്കാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കേട്ടു. മറ്റൊരു സ്ഥാപനത്തിലും ഞാനിതധികം കേട്ടിട്ടില്ല. അത്രയും ആ സ്ഥാപനത്തിനോടുള്ള കൂറും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോടുള്ള നന്ദിയും അവർ തിരിച്ചു കാണിക്കുന്നത് ഒരു വലിയ മാത്രമായ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാവും. കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മറിയ സദനം സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖ ഹൈവേ കോൺട്രാക്ടർ റിജി മാത്യു പാംബ്ലാനി, പാലാ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. കേരള കൗമുദി റിപ്പോർട്ടർ സുനിൽ പാല സ്വാഗതവും സന്തോഷ് മറിയ സദനം നന്ദിയും പറഞ്ഞു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പാലാ മറിയ സദനത്തിന്റെ ചരിത്രവും മറിയ സദനുമായി ബന്ധപ്പെട്ട പ്രമുഖർ എഴുതിയ ലേഖനങ്ങളുമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം.